ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ചേട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ തലേ ദിവസമാണ് കേട്ടോ, ഇന്ന് നവംബർ 12. നാളെയാണ് ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് 12 മണിക്ക് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാനാണ് കേട്ടോ പ്ലാൻ. ചേട്ടനെ തിരിച്ചെത്തുമ്പോൾ എന്തായാലും 12 മണി ആ ഒരു സമയമാവും കേട്ടോ. ഇറങ്ങി തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം കേക്കൊക്കെ റെഡിയാക്കി വെക്കാം. ഈ ഒരു ന്യൂട്രല്ല കേക്കാണ് കേട്ടോ ആദ്യം തന്നെ നോക്കിയത്. കണ്ടില്ലേ, അല്ല വാങ്ങിയില്ലേ, ചെറിയൊരു ജാറൊക്കെ ആയിട്ട്. പക്ഷെ അവർ വിളിച്ചു പറഞ്ഞു കേട്ടോ ഈ കേക്ക് അവിടെ കഴിഞ്ഞിരിക്കുകയെന്ന്. താങ്ക് യു. അങ്ങനെ കുറേ നേരം നോക്കി പിന്നെ ലാസ്റ്റ് സെലക്ട് ചെയ്തേക്കുന്നത് കിറ്റ്കറ്റ് കേക്കാണ്. അപ്പോൾ എന്നെ ഫറൂഖ് ഹെൽപ്പ് ചെയ്തു കേട്ടോ, അവളിങ്ങനെ കേക്ക് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട്. കേക്കൊക്കെ വേഗം കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. വരുമ്പോൾ എന്നെ കട്ട് ചെയ്യണമല്ലോ അതിന് വേണ്ടി. ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും കേട്ടോ ഷോർട്സിൽ. പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയി പോയിട്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെറിയ ക്ലിപ്പിങ്സ് കാണിക്കുന്നത്. ചേട്ടന് വന്ന് കണ്ടപ്പോൾ ചെറിയൊരു ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതേ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ റെഡി ആയിട്ടാട്ടോ നിൽക്കണേ. ചേട്ടനാണെങ്കിൽ ഹെയറൊക്കെ കട്ട് ചെയ്ത് വന്നാൽ കുളിക്കണോ, കുളിച്ചിട്ട് വേണോ കട്ട് ചെയ്യണോ എന്നൊക്കെ ആട്ടോ ചോദിക്കുന്നത്. ചേട്ടൻ തന്നെ അതേ കട്ട് ചെയ്ത് സ്വന്തമായിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഫോട്ടോ എടുത്ത് തരാനൊന്നും പിന്നെ വേറെ ആരും ഉണ്ടായില്ല കേട്ടോ കൂടെ. അത് കഴിഞ്ഞിട്ട് അതേ ഒരു ബ്രൗണി കൂടി ഉണ്ട്. ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ഞങ്ങൾക്ക് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് കേട്ടോ നവംബർ 13. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കുക. അപ്പോൾ ചേട്ടൻ കാർ എടുത്തിട്ട് പുറത്ത് വന്ന് നിൽക്കും കേട്ടോ. ഞാൻ എപ്പോഴേക്കും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലും. ബർത്ത്ഡേ ബോയ് കണ്ടില്ലേ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചുള്ളനായിട്ടുണ്ട്. ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വിളിച്ചേക്കുന്നത് ചേട്ടൻ്റെ ഫ്രണ്ട് ജിയാദ് ഫാമിലീനെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഭാഗത്തേക്ക് തന്നെയാണെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇന്നിപ്പോൾ വന്നേക്കുന്നത് ദുബായിൽ തന്നെ ദൈറയിലുള്ള സാംസങ് മന്തിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സാംസങ് മന്തിയുടെ വേറെ ഷോപ്പ് കരാമയിലും പിന്നെ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ ജിയാദിൻ്റെയൊക്കെ റൂം വരുന്നത്. ഞങ്ങളിവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇറങ്ങി വന്നാൽ മതിയല്ലോ. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ ജിയാദിൻ്റെ ഉമ്മയാണ്. കുറേ മുൻപുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഉമ്മ നാട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നതാണ്. മട്ടൻ കഴിക്കോ? വാരിയിലാണ് ഒറ്റ കുറച്ച് ഇതുണ്ടാവും, ഫാറ്റ് മീറ്റ് ഉണ്ടാവും. ചിക്കൻ മുഗളായി
റൈസ് മിക്സ് ആക്കണം, നോൺ മന്തി റൈസ് ആണ് മിക്സ് റൈസ്. ഏത് ഇതാ 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 ഞാനും ചേട്ടനും മാത്രമായിട്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മട്ടനും ബീഫൊന്നും ഞങ്ങൾ വാങ്ങിക്കാറേ ഇല്ല. ഇങ്ങനെ ഒരുമിച്ചൊക്കെ പോകുമ്പോഴാണ് കേട്ടോ പിന്നെ മട്ടനൊക്കെ വാങ്ങിക്കുക. അപ്പോൾ അത് എനിക്ക് ചിക്കനും ഉണ്ട്, പിന്നെ അവർക്കാണെങ്കിൽ മട്ടനും ആണ്. സർവീസ് ബീഫാണ് ഞാൻ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, പിന്നെ അലർജി ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ നിർത്തിയതാണ്. മട്ടനാണെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പിടിക്കില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് വരും കേട്ടോ. ഈ മട്ടന് പിന്നെ അങ്ങനെ എന്തോ വലിയ കുഴപ്പമില്ല. അറബിക് മന്തിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കടയിൽ വന്നിട്ട് മെയിനായിട്ട് കണ്ടത് ഒരു ഇഞ്ചമ്പുളി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയില്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ഇഞ്ചമ്പുളിയുടെ ടേസ്റ്റ് അല്ല, പക്ഷെ ഒരു അറബിക് ഇഞ്ചമ്പുളിയൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഡേറ്റ്സിൻ്റെ പിക്കിൾ, അതിവിടെ മിക്കപ്പോഴും ഉള്ളതാണ്. പിന്നെ ഒരു മാങ്ങയൊക്കെ അരിഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ലുക്കിമത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഈ ഒരു അറബിക് മന്തിയൊക്കെ കഴിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് രണ്ടാമത് ചോദിച്ചു വാങ്ങുന്ന സാധനമാണ് കേട്ടോ ലുക്കിമത്ത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഈ ലുക്കിമത്തും ഡേറ്റ് സിറപ്പൊക്കെ ഞാൻ ഒരു ദിവസം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അവർ പറയുന്നത്. അടുത്ത ഓർഡർ ചെയ്തോ? ഇത് മാമിന് മാത്രമേ ഉള്ളൂ. നല്ല ചൂടൊന്നുമില്ല. എന്നാ എനിക്ക് പഴയത് കിട്ടിയത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ അവരങ്ങോട്ട് നടന്നു പോയിട്ട് അവർക്ക് തൊട്ട് മുകളിൽ തന്നെയാണല്ലോ റൂം. അപ്പോൾ ഞങ്ങൾ ഇനി പോകണമെന്ന് ചോദിച്ചാൽ സിനിമയ്ക്കാണ്. അപ്പോൾ നാളെ 14-ാം തീയതി ആണല്ലോ കങ്കുവ റിലീസാവുന്നത്. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ നമുക്കൊരു ഫാൻ ഷോ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതേ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പന്ത്രണ്ട് മണിയുടെ ഷോയാണ്. പാർക്കിങ്ങൊക്കെ കണ്ടില്ലേ, ഫുള്ളാണ്. അപ്പോൾ ഇനി മുകളിൽ പോയി നോക്കിയാക്കാം എന്താണ് ഇവിടുത്തെ തിരക്കെന്നൊക്കെ. ഫുൾ ആളുകളായിരിക്കും കേട്ടോ.
ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറാനുള്ള ആളുകളുടെ തിരക്കാട്ടെ കാണുന്നത്. ഫാൻ ഷോ എപ്പോഴും ഉണ്ടാവുക ഇതുപോലെ കുറേ പേർക്ക് ഇരിക്കാൻ പറ്റണ ഒരു സ്ക്രീനിലാവും. സിനിമ തുടങ്ങാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേട്ടനോട് ചോദിച്ചു നോക്കാം കേട്ടോ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ചേട്ടനാണെങ്കിൽ ഇവിടെ എത്ര ആളുകൾ സിനിമ കാണാണ്ടെന്ന് എണ്ണാനുള്ള തിരക്കിലാണ് കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ പിന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.